ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് സുമയ്യാണ്. സുമയ്യ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. സുമയ്യ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? PHP full stack development. PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ സുമയുടെ സ്ഥലം എവിടാ? തൃശ്ശൂർ ചാവക്കാട് ഡിസ്ട്രിക്ട്. ഓക്കെ. അപ്പോൾ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആകുക എന്നുള്ളൊരു ഈ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള റീസൺ? എനിക്ക് പണ്ടേ തന്നെ ഭയങ്കര പാഷനായിരുന്നു വെബ് ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ എന്താ പഠിച്ചിരുന്നത്? ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഡിപ്ലോമ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ നേരത്തെ ഇത് ഈ ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് പാഷനേറ്റ് ആയിരുന്നു അല്ലേ? സുമയ ഇപ്പൊ കറന്റ് എന്ത് ചെയ്യും? ഇന്റേൺഷിപ്പോട്ട് കയറി അവോധയിലെ കോഴ്സ് കഴിഞ്ഞിട്ട്. ഇന്റേൺഷിപ്പ്. ഓക്കെ. എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഫെസ്റ്റ ഈ കെമിലെ ഫെസ്റ്റ എന്ന കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണോ വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. അവോധയെ പറ്റി എങ്ങനെയാ സുമയ അറിഞ്ഞ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില്? ഞാന് ഇങ്ങനെ ആഡൊക്കെ കണ്ടിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ആണ് ജസ്റ്റ് ആദ്യം കണ്ടത്. പിന്നെ കോണ്ടാക്ട് ചെയ്തു, പിന്നെ എടുത്തു, പിന്നെ ജോയിൻ ചെയ്തു. ഓക്കെ. ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു PHP ഫുൾ സ്റ്റാക്കിന്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ? നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ബേസിക്സ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു. എന്തോ ബേസിക്സ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബേസിക് തൊട്ട് പഠിപ്പിക്കും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ലൈവ് സെക്ഷനിൽ ഒക്കെ നന്നായി അവര് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ കറക്റ്റ് ടൈം ലൈവ് സെഷൻ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജാബ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ജാബിലും കേറി നോക്കിണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്റേൺഷിപ്പിലേക്ക് വന്നത്. ഓക്കെ. അപ്പം PHP ഫുൾ സ്റ്റാക്ക് എന്നൊരു കോഴ്സ് അല്ലെങ്കിൽ കോഡിംഗ് ഏരിയ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ടി? അവോധ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാനൊരു ഹൗസ് വൈഫാണ്. എന്നെ പോലുള്ള ഒരു വീട്ടമ്മമാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ സുമയ ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ കേട്ടാണ് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ. സോ എന്താ തോന്നിയിരുന്നത് ആദ്യം? കോഡിംഗ് അല്ലെങ്കിൽ PHP ഫുൾ സ്റ്റാക്ക് എന്നൊരു കോഴ്സ് ഒക്കെ 2800 ചെയ്താൽ വെറുതായിരിക്കും തോന്നിയിരുന്നോ? ഇല്ല, നന്നായി അതില് പറഞ്ഞിരിക്കുന്നതൊക്കെ നല്ല വിശ്വാസം തോന്നി. ഒരു ജോബ് കിട്ടുന്നുള്ള ഇത് കണ്ടപ്പോ അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഫീസിന്റെ ഇത് മാത്രമല്ല നോക്കിയത്. നിങ്ങളൊരു ജോലി ആക്കിത്തരും എന്ന് പറഞ്ഞപ്പോ ആ ഒരു വിശ്വാസത്തിന്മേലാണ് കയറിയത്. നമുക്ക് ആക്കിത്തരും എന്നുള്ളത് കണ്ടപ്പോ അതിന്മേലാണ് കൊണ്ടാണ് ജോയിൻ ചെയ്യാൻ കാരണം. ഈ കോഡിംഗ് ഏരിയ ചൂസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അവോധയ്ക്ക് മുമ്പ്, അവോധയിൽ വരുന്നതിന് മുമ്പും ഇപ്പൊ അവോധ ഇന്റേൺഷിപ്പ് ചെയ്യല്ലേ അവോധ വഴി. സോ എങ്ങനെയായിരുന്നു ഈ ഫാമിലിയുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? അവര് സപ്പോർട്ടീവ് ആയിരുന്നോ? ഫാമിലിയൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. സുമയ എത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരുടെ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മ്യൂണിറ്റീസ്.